ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാർ വന്നു, അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാനിപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബട്ടർ സ്കോച്ച് ആയതിൻ്റെ പേരിൽ കാരമൽ സിറപ്പ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ പഞ്ചസാര ഉരുക്കി അതിലേക്ക് നമ്മുടെ കപ്പലണ്ടിയോ അതുപോലെ തന്നെ ബദാമോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു പ്രളയം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതായത് പതുക്കിനെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമ്മളിതിലൊട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മെൽറ്റായി വരണ വരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കരുത്, അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം അൺസാൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ കുറച്ച് ബദാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പിൽ നിന്നിട്ടും കുറച്ച് അതൊന്ന് ടൈറ്റ് ആവാൻ പാകത്തിനുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് മാറ്റി വയ്ക്കാം. അതുപോലെ ബാക്കിയുള്ളതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത് നമുക്ക് ബട്ടർ സ്കോച്ച് സോസായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഗ്ലേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രളയം ഇതുപോലെ നമ്മുടെ കിച്ചൺ സ്ലാബിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും. അത് ജസ്റ്റ് ജാറിലെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക, ചെറിയ ജാറിലെടുത്തിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബേസ്, അതായത് നമ്മൾ സ്പോഞ്ചിന് പകരം ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മധുരമുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ട് നമ്മളിതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബ്രെഡ് എടുത്താൽ മതി. അതുപോലെ ഇച്ചിരി വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രവും അതുപോലെ തന്നെ വിസ്കും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ, പിന്നെ പതുക്കനെ ഒന്ന് സ്പീഡ് കൂട്ടുക, അങ്ങനെ ലാസ്റ്റ് നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ സ്കോച്ച് അതിൻ്റെ പേരിൽ ഞാനതിലേക്ക് ഒരു അല്പം യെല്ലോ ജെൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ലിക്വിഡ് കളർ ഒന്നും ചേർക്കരുത്. അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും ഒരു 2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡിൽ നിന്നൊക്കെ ഇതുപോലെ തട്ടിക്കൊടുത്താലും നിലത്തേക്ക് വീഴാത്ത രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ടേൺ ടേബിൾ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം അതുപോലെ ബോർഡിൽ വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പകുതി കഷ്ണം കൂടി സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുപ്പത്തിലുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച ശേഷം നമ്മൾ സാധാരണ കേക്കുകൾക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി എടുക്കുക. അപ്പോൾ സ്പഞ്ചിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ ബ്രെഡ് വെറ്റാക്കി എടുക്കേണ്ട വരും. അപ്പോൾ ഞാൻ ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കേക്കിൻ്റെ ഈ ലെയർ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സൈഡ്സിലും ക്രീം ഒരുപോലെ എത്തും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ പ്രളയം ഇതുപോലെ പൊടിച്ചിട്ട് അതിൻ്റെ ഓരോ ലെയറുകളിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക, പിന്നെ പ്രളയം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്ത് ഒരു ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ATM കാർഡ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് എപ്പോഴും എടുക്കാറ്.
സ്ക്രാപ്പറിനെയിലും എനിക്കിഷ്ടമായത് ഇതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ഇതിനെ ക്രീം കൊണ്ട് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. ഞാനപ്പോൾ ഇതുപോലെ ഒരു വട്ടത്തിലുള്ള പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് ബാക്കിയുള്ള സൈഡ്സിൽ മുഴുവനാണ് നമ്മൾ ഈ പ്രളയം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഫുള്ള് കവർ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അതിനുശേഷം ഞാൻ ആ പാത്രം മാറ്റിയിട്ട് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റാർ നോസിലാണ്, നൂർ N1 ആണ്. അപ്പോൾ ബർത്ത്ഡേ കേക്ക് ആകുമ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ, അതായത് ഇപ്പോൾ ഈ ഉള്ള സെൻറ്ററിൽ തന്നെ നമുക്ക് നെയിം എഴുതി കൊടുക്കാം. അതേ നോസിലുകൊണ്ട് തന്നെ ഞാനൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നെയിമൊന്നും എഴുതാത്ത കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് വീഴുന്ന രീതിയിലും ഇത് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്ത് ഒന്നുകൂടി സുന്ദരമാക്കാനായിട്ട് ഞാനിതിലേക്ക് ഷുഗർ ബോൾസ് ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്, അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരും പറയില്ല നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റിനൊരു ഓർഡർ വന്നാൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു പ്രശ്നം വരുന്നത് സ്പഞ്ച് ശരിയാവുന്നില്ല എന്നാണ്. അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡ് വ്ളോഗ് 7x6 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.